അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അത് അസ്വാഭാവികമായ ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ആരോപണം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. എന്ത് തോന്നുന്നു? ഇത് ആദ്യത്തെ സംഭവമാണോ? നമ്മൾ ഒരു പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർമ്മം നടത്തുമ്പോൾ നിയമവിരുദ്ധമായാൽ അതിൽ കേസ് വരും. ചിലത് ഇല്ലാത്തതിന് കേസ് വരും. ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ കേസ് വന്നാൽ ബെയിലബിൾ ഒഫൻസും ഉണ്ട്, നോൺ ബെയിലബിൾ ഒഫൻസും ഉണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് അതിൻ്റെ അന്വേഷണം പോലീസ് സ്വതന്ത്രമായി നടത്തുന്നു. നോൺ ബെയിലബിൾ ഒഫൻസിലെ ആളുകളെ കോടതിയിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പിന്നെ കോടതി ചിലത് റിമാൻഡ് ചെയ്യും, ചിലത് ജാമ്യം കൊടുക്കും. ഇങ്ങനെയല്ല സ്ഥിതി. ഇങ്ങനെ കേരളത്തിൽ ഇത് നമുക്ക് ഒരു ആദ്യത്തെ സംഭവമായിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് പല നിലയിലും ഉണ്ടാവും. നമ്മളെല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിലുള്ളവരുണ്ട്, പുറത്ത് ഉള്ളവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ 2001 UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, 2006 LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, 2011 UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, 2016 LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്ത് ജയിലിൽ കിടന്ന ആളാണ്. 4 ഗവൺമെൻറ്റിന്. അതിൽ 2016 ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഗവൺമെൻറ് കാലത്ത് ജയിലിൽ കിടക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു MLA, ഞാനെന്ന് MLA ഒന്നല്ല, പക്ഷെ ഒരു MLAയും കൂടി ജയിലിൽ കിടന്നിട്ടുണ്ട്. TV രാജേഷ്, കല്യാശ്ശേരി MLA, 10 കൊല്ലം MLA ആയിരുന്നു. അതിൽ പല നിലയിലും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെയൊക്കെ വീട് പോലീസ് വളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അന്നൊന്നും ലൈവ് കൊടുക്കാത്തതുകൊണ്ടാണ്. UDF ഭരിക്കുമ്പോൾ കേരളത്തിലെ യുവജന വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുടെ വീട് വളഞ്ഞ് പോലീസ് പിടിച്ച് നിങ്ങൾ ലൈവ് എടുക്കാൻ തുടങ്ങിയ ആ UDFൻ്റെ 5 കൊല്ലത്തെ ഭരണത്തിൽ നിങ്ങൾക്ക് വേറെ ഒന്നും പരിപാടി തന്നെ TV കാണിക്കാൻ പറ്റില്ല. ലൈവിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾ ലൈവ് കൊടുക്കുന്നു, ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുക്കുന്നു. അന്നൊക്കെ UDF ഭരണകാലത്ത് യുവജന വിദ്യാർത്ഥി സംഘടന നേതാക്കളെ ഭീകരമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഒരു ഭൂതക്കണ്ണാടി നോക്കിയാൽ പോലും ഒരു വാർത്ത കാണാൻ വേണ്ടി പറ്റാത്ത പത്രങ്ങളിൽ ഇന്ന് ഫ്രണ്ട് പേജ് കൊടുക്കുന്നത് ഞാൻ കുറ്റം പറയില്ല. അവരുടെ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യം മാധ്യമപ്രവർത്തകർ നിറവേറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് പൂർത്തീകരിക്കണം, നിങ്ങൾക്ക് സമയമുണ്ട്, നോ പ്രോബ്ലം. സെക്രട്ടറിയാണ് പോവുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പൊതുവേ ഇത് നിയമവിരുദ്ധമാണോ അല്ലയോ? ഇനി നിയമവിരുദ്ധം അല്ല, ഈ ഇപ്പം നടത്തിയ പ്രവൃത്തി ശരിയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പ്രവൃത്തി നടത്തട്ടെ. അങ്ങനെ പണ്ട് പല തരത്തിലുള്ള സമരങ്ങൾ അങ്ങനെ നടത്തിയിട്ടില്ലേ? നിയമവിരുദ്ധമായി അല്ലെങ്കിൽ മറ്റു നിലയിലേക്കുള്ള പ്രക്ഷോഭം നടത്തുമ്പോൾ കേസ് വരും, സ്വാഭാവികമാണ്. ചിലത് കള്ളക്കേസ് എടുക്കും. ഞങ്ങളെല്ലാവരും പേരിൽ കള്ളക്കേസ് എടുത്തിട്ടുണ്ട്. സ്ഥലത്തില്ലാത്തവരുടെ പേരിൽ പോലും കേസ് എടുത്തിട്ടുണ്ട്. ഒരു സമരം നടക്കുമ്പോൾ സ്ഥലത്ത് പോലും ഇല്ലാത്തതിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സമരം നടക്കുമ്പോൾ ഭീകരമായി മർദ്ദനമേറ്റ് ആശുപത്രി കിടന്നതിന് ശേഷം നടന്ന സംഭവങ്ങളുടെ ഭാഗമായിട്ട് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ആശുപത്രി കിടക്കുമ്പോൾ അവിടെ പോലീസുകാരൻ്റെ തലക്കടിച്ചു എന്ന് പറഞ്ഞിട്ട് 10 കിലോമീറ്റർ നീളം എന്തായാലും നമ്മുടെ കൈക്കുണ്ടാവില്ലല്ലോ, തലക്കടിച്ചു എന്ന് പറഞ്ഞ കേസ് ഞങ്ങളെയൊക്കെ പേരിൽ എടുത്തിട്ടുണ്ട്. ഇത് ദൃശ്യമാധ്യമങ്ങളിൽ വ്യക്തമായൊരു കാര്യം. പോലീസ് അവരുടെ ജോലി നിർവഹിച്ചു, കോടതി മറ്റു കാര്യം ചെയ്തു. അതൊരു വലിയ സംഭവമായി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായി ചിത്രീകരിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ട്. അതന്നെയാണ് പ്രശ്നം. യുവജന സംഘടനയുടെ ദേശീയ സംസ്ഥാന നേതാവിൻ്റെ അനുഭവമാണ് മിനിസ്റ്ററോട് പറഞ്ഞത്. പക്ഷേ ഇതിൽ ഒരു പിടികിട്ട പുള്ളിയെ പോലെ അതിരാവിലെ ചെന്ന് പോലീസ് വീട് വളഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം, അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, ഇത് ഏതെങ്കിലും ഒരാളതല്ലേ ഞാൻ പറയുന്നത്. എങ്ങനെ പിടിക്കണം, എവിടുന്ന് പിടിക്കണം, ആളെ എവിടുന്ന് കിട്ടുമെന്നൊക്കെ നിശ്ചയിക്കുക നമ്മളല്ലല്ലോ, പോലീസല്ലേ. ഇതിപ്പോൾ മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈ മന്ത്രിസഭയിലെ പലർക്കും ഇതിന് പുറത്തുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പല മേഖലകളിലും പ്രവർത്തിക്കുന്ന, ഞാൻ ഏതേ ഒരാളെ പേര് പറയുന്നില്ല, പലർക്കും ഉണ്ടായിട്ടുണ്ട്. കയ്യാമം വെച്ച് കൊണ്ടുപോയിട്ടുണ്ട്, വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച് കിട്ടാതെ പോയിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ അനുഭവമുണ്ട്. അപ്പോൾ അത് അന്നൊന്നും ഫ്രണ്ട് പേജിൽ വാർത്തല്ലാന്നേ ഉള്ളൂ, ഇതൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ അതിൽ പ്രശ്നം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഇല്ലാത്ത സംഭവമാണ്, ഇത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, അങ്ങനെ ഒരാളവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണെങ്കിൽ ആ നിലയിലല്ലേ പരിശോധിക്കേണ്ടത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പിന്നിൽ 2 അജണ്ടകളുണ്ട്. ഒന്ന്, വളരെ രാഷ്ട്രീയമായി ഗവൺമെൻറ്റിനെ
മോശമാക്കാനുള്ള ശ്രമം. 2 ഇൻറ്റേർണൽ ഇഷ്യൂ ആണ്, കോൺഗ്രസ്സിലെ ആഭ്യന്തര പ്രശ്നമാണ്. വ്യാജ ID കാർഡ് വിവാദം അതൊരു ദേശവിരുദ്ധ പ്രവർത്തനം കൂടിയാണ്. വ്യാജ ID കാർഡ് വിവാദത്തിൽ കോൺഗ്രസ്സിനകത്ത് തന്നെ കടുത്ത അതിർത്തിയുണ്ട്. കോൺഗ്രസ്സിനകത്ത് തന്നെ വലിയ നിലയിലേക്കുള്ള രോഷം ഉയർന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ്സിൽ തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നത്തെ മറക്കാനും അതിനെ വഴിതിരിച്ചു വിടാനും വ്യാജ ID കാർഡ് വിഷയത്തിലൂടെ ഒരു ഭാരവാഹി ഒരു വ്യക്തിക്ക് ഒരു താരപരിവേഷം നൽകാനുമുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് കോൺഗ്രസ്സിൽ തന്നെ അഭിപ്രായം വന്നിട്ടുണ്ട്. ആര് എങ്ങനെയുള്ള പരിപാടി അല്ല, കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത്. ആർക്കും അറിയാത്തത് ഈ 2 ഇഷ്യൂകൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പൊളിറ്റിക്കൽ ഇഷ്യൂ, ഇന്റേണൽ ഓർഗനൈസേഷണൽ ഇഷ്യൂ, ഇത് രണ്ടും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പോലീസ് ഒരു സ്വതന്ത്രമായ സംവിധാനമാണ്. പോലീസിന് ഇപ്പോൾ ഒരു വാറണ്ടുള്ള അല്ലെങ്കിൽ ഒരു കേസിൽ പിടിക്കപ്പെടേണ്ട ആളെ പിടിക്കുക എങ്ങനെയാണെന്നൊക്കെ പോലീസാണ് നിശ്ചയിക്കുക. അത് പോലീസ് ആ നിലയിൽ പരിശോധിച്ച് എവിടെ നിന്നാണോ കിട്ടുന്നത് പോലീസ് അവിടുന്ന് പിടിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും പിടിക്കാറുണ്ട്, എല്ലാ നിലയിലും പിടിക്കാറുണ്ട്. അതിപ്പോൾ നമുക്ക് അത് മാത്രം പ്രത്യേകമായിട്ട് എടുക്കേണ്ട, അങ്ങനത്തെ ഒരുപാട് അങ്ങനെ പ്രത്യേകം എടുക്കുകയാണെങ്കിൽ പ്രത്യേകം എടുക്കാനുള്ള ഒരു വലിയ ഇത് കേരളത്തിൽ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. എൻ്റെ മറുപടി, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടായിട്ടില്ല. SFI ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത വിഷയം, അതെന്താ നിങ്ങൾ പറയാത്തത്? അത് ലൈവ് എന്താ കൊടുക്കാൻ? നിങ്ങൾക്ക് ലൈവ് കൊടുക്കാൻ മറന്നുപോയത് ഈ ഗവൺമെൻറ് കാലത്തല്ലേ? ഞാൻ പറഞ്ഞില്ലേ 2016-21 പിണറായി വിജയൻ മുഖ്യമന്ത്രി, ഇതേ ഗവൺമെൻറ്, ഞങ്ങൾ ജയിലിൽ കിടന്നിട്ടില്ലേ? അന്ന് എൻ്റെ കൂടെ ജയിലിൽ കിടന്നത് ഒരു MLA ആണ്, TV രാജേഷ്. നിരവധി സംഭവമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2001 UDF, 2006 LDF, 2011 UDF, 2016 LDF, ഇങ്ങനെ ഈ 4 ഭരണത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നത്. ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് ഒരാളതല്ല, നിരവധി പേരുടെ ഉണ്ട്. കയ്യാമം വെച്ച് കൊണ്ടുവന്നത്, ഭീകരമായി മർദ്ദിച്ച് ആശുപത്രി കിടക്കുന്ന ആൾ, സ്ഥലത്ത് പോലുമില്ല, അതിന് ശേഷം നടന്ന സംഭവങ്ങളിൽ കേസ് പെടുത്തിയത് തുടങ്ങിയ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് ഗൗരവമേറിയ പ്രശ്നം ഇൻറ്റേർണൽ ഇഷ്യൂ ആണ്. വ്യാജ ID കാർഡ് വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവം ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കാൻ മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കുക, എവിടുന്നെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടട്ടെ, അതിലൂടെ ഒരു താരപരിവേഷം സൃഷ്ടിക്കാനുള്ള ശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന, ഇത്തരം വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. പോലീസിൻ്റെ ജോലി ചെയ്യുന്നു. എന്നാൽ കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ കൂടി നടത്തിയ ഒരു പ്ലാനും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തെ എത്ര വലിയ വാർത്തയാക്കരുത്. ആദ്യത്തെ സംഭവമാണെങ്കിലും ഓക്കെ, വാർത്തയാവാം. ഇത് എത്രയോ കാലമായിട്ട് കേരളത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നു. പെട്ടെന്ന് ഇത് ഒരു വലിയ സംഭവമാക്കി പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വരുന്നു, ചാനലുകൾ ലൈവായിട്ട് വരുന്നു. അതിൻ്റെ പിന്നിൽ വളരെ ബോധപൂർവമായ അജണ്ടയുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ ടൂറിസം മറന്നു പോയിരിക്കരുത്. രണ്ടായിട്ട് എടുക്കണം.